ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലത്തെ ചെറിയ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക, വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ചാമ്പി എടുക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്നായിട്ട് ചാമ്പി എടുക്കണം, അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് നല്ല ചാമ്പലൊക്കെ കഴിഞ്ഞ് വെള്ളം ഒഴിച്ച് പാകത്തിനാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് കലക്കി വെച്ച മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതുപോലത്തെ ദോശ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് നല്ല ഓട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അത് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ അധികം സമയമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ റെഡിയാവും. നല്ല നൈസായിട്ടുള്ള ഒരു ദോശയാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാവും. അതും ഇതുപോലത്തെ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയിലാവുമ്പോൾ പ്രത്യേകിച്ചും പെട്ടെന്ന് തന്നെ ശരിയായി കിട്ടും. അപ്പോൾ അത് മുഴുവനായിട്ടും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു തേങ്ങാ ചട്നി കൂടി തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. അത് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി ചേർക്കുക. ഇതും തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അത് നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതാണ് തേങ്ങാ ചട്നി. ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളായിട്ട് തയ്യാറാക്കാം. അതിന് ശേഷം ഞാൻ ചായയും അപ്പവും കൂടി ചട്നി കൂട്ടിയിട്ട് കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.